കണ്ണപ്പ, നമ്മുടെ വിഷ്ണു മഞ്ജു, പ്രീതി മുകുന്ദൻ, ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ, റെബൽ സ്റ്റാർ പ്രഭാസ്, അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ, അങ്ങനെ ഒരു താരനിരയുള്ള ഒരു സിനിമ തന്നെയാണ് കണ്ണപ്പ. കണ്ണപ്പനെ പറ്റി ഒരൊറ്റ വാക്യത്തിൽ പറയണമെങ്കിൽ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. അഥവാ ജീവിതത്തിൽ എനിക്ക് ഈ സിനിമ ഇനി കാണണമെന്ന് ഒരു രീതിയിലുള്ള ആഗ്രഹവുമില്ല. പടത്തിൽ പോസിറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്. ഐ നോ, ഷോക്കിംഗ് റൈറ്റ്? പക്ഷെ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് കുറച്ച് പോസിറ്റീവ്സ് കണ്ടുപിടിച്ചു. കാരണം ഈ ഒരു വീഡിയോ ഒരു പോസിറ്റീവ് രീതിയിൽ ആരംഭിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ പോസിറ്റീവ്സിലേക്ക് കയറുമ്പോൾ സിനിമാറ്റോഗ്രഫിയും കളർ ഗ്രേഡിങ്ങും എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. അതുകൊണ്ട് ചില ഷോട്ട്സൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ ചില സി ജെ ഷോട്ട്സ് അഥവാ 1-2 മാക്സിമം പോയി ഒരു 3 CJ ഷോട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. അതുപോലെ ചില സീൻസൊക്കെ ഒരു റിയൽ ലൊക്കേഷൻസിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് നൈസായി തോന്നി. അതുപോലെ മ്യൂസിക്കും കുഴപ്പമില്ല. അത് പറയുമ്പോൾ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ യന്ത്രാ പണി വെച്ചിരിക്കാൻ എന്നെ കൊണ്ട് ചോദിപ്പിച്ചു. കാരണം സെക്കൻഡ് സെഞ്ചുറി നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ശിവഭക്തിന്റെ DJ റീമിക്സ് പാട്ടിട്ട എങ്ങനെ ഇരിക്കും? പിന്നെ പെർഫോമൻസുകൾ, വിഷ്ണു മഞ്ജു ഒരു നെപ്പോ കിഡാണ്, പ്രൊഡ്യൂസറിന്റെ മകനാണ്. നെപ്പോ കിഡ് ആണെങ്കിലും അല്ലെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വിഷ്ണു മഞ്ജുവിന്റെ ആക്ടിങ്ങിനെ പറ്റി ഞാൻ പറയാണ്ടിരിക്കണമായിരിക്കും നല്ലത്. ബട്ട് ഐ എം എൻ ഓണസ്റ്റ് ഗായ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, അണ്ണന്റെ കുറച്ച് മാനറിസം ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത്രയ്ക്കും നല്ലൊരു ക്യാരക്ടറും അത്രയ്ക്കും നല്ലൊരു ഡയറക്ടറും കിട്ടുകയാണെങ്കിൽ മേ ബി അണ്ണൻ ചിലപ്പോൾ ഒരു ഡീസന്റ് പെർഫോമൻസ് കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ പടത്തിലുള്ള അണ്ണന്റെ പെർഫോമൻസിനെ പറ്റി സാഡ്ലി എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അണ്ണന്റെ ഫിസിക്ക് നന്നായിട്ടുണ്ട്. അതുപോലെ കുറെ ഡയലോഗ് ആലോചിച്ച് വെക്കാനുള്ള ഓർമ്മശക്തിയും അണ്ണൻ ഉണ്ട് എന്ന് എന്തായാലും ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടാലന്റ് ഉള്ളവിടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ പ്രീതി മുകുന്ദൻ ഈ സിനിമയിലുണ്ട്, ഒരു റോളുണ്ട്, അത് ചെയ്തു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. സെയിം തിങ് തന്നെയാണ് എനിക്ക് കാജൽ അഗർവാളിനെ പറ്റിയും പറയാനുള്ളത്. റോളുണ്ട്, അത് ചെയ്തു വെച്ചിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളു. പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വന്തം ചങ്കിടിപ്പായ ലാലേട്ടൻ. ലാലേട്ടനെ പറ്റി ഞാൻ എന്താ പറയാ, ബാക്കിയുള്ളവർ ആരും എഫേർട്ട് ഇട്ടില്ല, അപ്പൊ ലാലേട്ടൻ എന്തിനാ എഫേർട്ട് ഇടുന്നത്? അതുപോലെ ലാലേട്ടനെ പോലുള്ള ഒരാൾക്ക് എനിക്ക് അഡ്വൈസ് കൊടുക്കാനുള്ള ഒരു രീതിയിലുള്ള അധികാരമില്ല. പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ലാലേട്ട എപ്പോഴും യെസ് മൊന്നെ, ഷോട്ടൊക്കെ അല്ലേ മൊന്നെ, ഡയലോഗൊക്കെ അല്ലേ മൊന്നെ, കോസ്റ്റ്യൂമൊക്കെ അല്ലേ മൊന്നെ, മേക്കപ്പ് ഒക്കെ അല്ലേ മൊന്നെ എന്ന് പറയുന്നത് നിർത്തിയിട്ട് ചിലപ്പോഴെങ്കിലും നോ മൊന്നെ എന്ന് പറയാൻ പഠിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മുടെ സ്വന്തം റെബൽ സ്റ്റാർ പ്രഭാസ്. അണ്ണൻ ഈ സിനിമയിൽ ഇട്ടിരിക്കുന്ന എഫേർട്ട് വേറെ ലെവലാണ്. ഈ സിനിമയിൽ ആക്ച്വലി അണ്ണൻ ചിരിക്കാൻ ശ്രമിച്ചു. അഥവാ കുറച്ച് കാലമായിട്ട് അണ്ണന്റെ ഫേസിലെ ഇമോഷനും ഇല്ല, എക്സ്പ്രഷനും ഇല്ല. സോ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭേദപ്പെട്ട എഫേർട്ട് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദി എഫേർട്ട്. പിന്നെ അക്ഷയ് കുമാർ അണ്ണൻ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. അണ്ണൻ ഇത് ഫോട്ടോഷൂട്ടാണെന്ന് വേണ്ടി ഇരിക്കണമെന്ന് തോന്നുന്നു. കാരണം ഈ പടത്തിൽ ചിരിക്കുക എന്നല്ലാണ്ട് വേറെ ഒരു പരിപാടി അണ്ണൻ ചെയ്തിട്ടില്ല. പിന്നെ മേക്കിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോൾ സിനിമാറ്റോഗ്രഫിയും കളർ ഗ്രേഡിങ്ങും കുറച്ച് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പടം നന്നാവണമെന്നില്ല മേക്കിംഗ് വൈസ്. കാരണം നാടക ട്രൂപ്പിത്തെ വെപ്പൺസും പ്രോപ്പർട്ടീസും കോസ്റ്റ്യൂംസ് എടുത്തുകൊണ്ട് വന്നാൽ കാണാൻ ഫേക്ക് ആയിട്ട് തന്നെ തോന്നുള്ളൂ. റെട്രോത്തെ റബ്ബർ കൾട്ട് വെപ്പൺസ് ഇതിനെക്കാട്ടിലും എനിക്ക് റിയലിസ്റ്റിക് ആയി തോന്നി. പിന്നെ വെപ്പൺസിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയണം, നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ ഒരു വെപ്പൺ ഉണ്ട്, ഒരു വില്ല് പോലത്തെ ഒരു സാധനം. അത് എടുത്ത് പളർത്തിയിട്ട് 2 വാളാക്കാൻ പറ്റുന്ന ഒരു പരിപാടി ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. അത് എപ്പോൾ വാളാക്കണോ അണ്ണൻ ഇങ്ങനെ ബാക്ക് ഇങ്ങനെ ഫ്ലക്സ് ചെയ്തിട്ട് അണ്ണന്റെ ബാക്കിന്റെ ഒരു വൈറ്റ് ഷോട്ട് ഇങ്ങനെ കാണിക്കും. കാരണം ഈ പടത്തിൽ അണ്ണന് ഫിസിക്ക് കാണിക്കാൻ നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഗ്രീൻ സ്ക്രീൻ എഫക്ട്സ്, എന്റെ പൊന്നോ, ആദിപുരുഷനെ വരെ വെല്ലുന്ന ഗ്രീൻ സ്ക്രീൻ എഫക്ട്സ്. അത് പക്ഷെ ഞാൻ താഴ്ത്തിയിട്ടല്ല പറയണം. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആദിപുരുഷൻ എന്ന് പറയുന്നത് 700-800 കോടി രൂപയുടെ ബഡ്ജറ്റോടെ എടുത്ത സിനിമ. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദിസ് മൂവീസ് ഗ്രീൻ സ്ക്രീൻ ഗൈസ് ബൈ ദ വേ. പിന്നെ ഈ പടത്തിൽ ആവശ്യമില്ലാതെ വെറുതെ കുറെ സീൻസ് ഇങ്ങനെ പാട്ടുകൾ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പോലും എനിക്കൊരു വെറൈറ്റി പരിപാടി ഇവരെ ചെയ്ത പോലെ ഒരു ഡയറക്ടർ ബ്രില്യൻസ്. കാരണം ഈ വിഷ്ണു മഞ്ജു എന്ന് പറയുന്നത് നല്ലൊരു ബോഡി ഉള്ള ഒരാളല്ല. അപ്പൊ അണ്ണന്റെ മുന്നിൽ ഹീറോയും വന്ന് നിൽക്കുമ്പോൾ ആനയുടെ മുന്നിൽ ഒരു മാൻ പോയി നിൽക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിന് അഡ്വാൻറ്റേജ് എടുത്ത് ഇവർ എന്താ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ, ഈ ചേച്ചിയാണെങ്കിൽ ചത്ത് ഡാൻസ് കളിക്കുക, പക്ഷെ അണ്ണൻ ഡാൻസ് കളിക്കില്ല. അണ്ണൻ എന്താ ചെയ്യുന്നറിയോ, അണ്ണൻ ഈ ചേച്ചീനെ എടുത്ത് അങ്ങോട്ടേക്ക് എറിയും, പിന്നെ ഇങ്ങോട്ടേക്ക് എറിയും, പിന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കും, അങ്ങോട്ടേക്ക് ഇറക്കും. ഇതാണ് അണ്ണന്റെ പരിപാടി പാട്ടുകളിലൊക്കെ. പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ തിന്നന്ന എന്നുള്ള ഒരു ക്യാരക്ടറിന് അണ്ണന്റെ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അഥവാ തുടക്കത്തിലൊരു പവർഫുൾ രാജാവ്, ഒരു വാരിയറിൽ നിന്ന് ചിന്നുക്കുടു ദിന്നുക്കുടു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ. എന്റെ പൊന്നു, അവസാനമൊക്കെ നോക്കുമ്പോൾ യജാതി പെർഫോമൻസ് ആണെന്നറിയോ. അയ്യോ ശിവൻ കരയുന്നു, ശിവന്റെ കണ്ണിന്ന് കണ്ണീര് വരുന്നു, ശിവന്റെ കണ്ണിന്ന് ചോര വരുന്നു, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്നുകൊണ്ടല്ലേ യജാതി പെർഫോമൻസ്. ഇതൊക്കെ കണ്ട് എന്റെ കണ്ണിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. കാരണം ഞാൻ അത്രയ്ക്കും ചിരിച്ച് ചാവുമായിരുന്നു. പിന്നെ ട്രാൻസ്ഫോർമേഷന് ശേഷം അണ്ണൻ ഫുൾ ഡാൻസ് വൈബാണ്. അവിടേക്ക് ചാടുന്നു, ഇവിടേക്ക് ചാടുന്നു, ശിവന്റോടൊപ്പം ചാടുന്നു, ഭാര്യൻ്റെയോടൊപ്പം ചാടുന്നു, മുണ്ടിട്ട് ചാടുന്നു, മുണ്ടിടാണ്ട് ചാടുന്നു, അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചെയ്യും. എന്തോന്നറ ഇത് പണ്ടത് നമ്മൾ ചോദിച്ചിരിക്കണം.
പിന്നെ ദിന്നന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഇതിത്തെ ഹീറോയിന്റെ ക്യാരക്ടർ നെമലി എന്നാണ് പേര്. ചിലവർ എമിലി എന്നൊക്കെ വിളിക്കണ്ടായിരുന്നു. ഐ തിങ്ക് ക്രിസ്ത്യാനിയാണ് ചേച്ചി, എനിക്കറിയില്ല. ബട്ട് നെമലി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു കിടിലൻ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അഥവാ ഒരു പവർഫുൾ ഫീമെയിൽ വാരിയറിൽ നിന്ന് നമ്മുടെ ചിഞ്ചുക്കുടു ദിന്നുക്കുടുവിന്റെ പൊന്നൂസ് മോളൂസ് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടി പോകും, പിന്നെ ഈ വീഡിയോ ഡിമോണിറ്റൈസ് ആയിട്ട് പോകും. പിന്നെ പടത്തിൽ വില്ലന്മാരുടെ പേരിൽ കുറെ കോമാളികളെ കാണിച്ചിട്ടുണ്ട്. അതിന് മെയിനായിട്ട് 2 വില്ലന്മാരുണ്ട്, കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ. അതിന് ഒന്ന് കങ്കുവ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് വഴി തെറ്റി വന്നാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ നേരെ പറഞ്ഞ ഒരു ഞരമ്പ് രോഗിയാണ്. അങ്ങനെ ഡെഫിനറ്റ്ലി കണ്ണപ്പോൾ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി അനുഭവിച്ചത് കാണണം. എന്നെ പോലെ തന്നെ നിങ്ങൾ ഈ സിനിമ അനുഭവിച്ച ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴും ജീവൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.